പ്രേതബാധയുള്ള ഒരു പാവയുടെ കഥ. സിനിമയല്ല, 2014 ഇറങ്ങിയ ജോൺ ആർ ലിയോനെറ്റി സംവിധാനം ചെയ്ത ലോകത്തിലെ പ്രസിദ്ധമായ ഒരു ഹൊറർ ഫിലിമുണ്ട്. അനബെല്ല എന്ന് പറയുന്ന ഒരു പാവ, പ്രേതം ബാധിച്ച ഒരു പാവയുടെ കഥ. ഭയങ്കര ഹിറ്റായിട്ട്, സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമയാണ് അത്. അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു സംഭവം, പ്രേതബാധയുള്ള ഒരു പാവ ദുരൂഹമായ, അവിശ്വസനീയമായ, ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അനബെൽ ഡോൾ എന്ന് പറയുന്നത് 1968 മുതൽ അമേരിക്കയിൽ കുപ്രസിദ്ധിയുള്ളൊരു പാവയാണ്. അതിനെ വെച്ചിട്ടാണ് അനബെല്ല എന്നുള്ള സിനിമ ഇറക്കിയത്. അതെ, അതിനെപ്പറ്റി പുസ്തകങ്ങളുമുണ്ട്. ഈ പാവ കണക്റ്റിക്കട്ടിൽ ഒരു മ്യൂസിയത്തിലാണ് ഈ പാവ ഇരിക്കുന്നത്. മ്യൂസിയത്തിൽ ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പാവയാണിത്. പക്ഷേ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ഭാര്യ ശാരദയോട് മരണത്തിന് ശേഷം നമ്മൾ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന യൂട്യൂബ് എന്നുള്ള മീഡിയം വഴിയാണ്. അതേ ഉള്ളൂ. അതെ, അപ്പോൾ ഇടയ്ക്ക് ഈ പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ചില മീഡിയം ആയിട്ട് ചില ആളുകളുണ്ടാവും. വി.ആർ. കൃഷ്ണയ്യർക്കൊരു സ്ത്രീയാണ് മീഡിയമായിട്ട് ഇടനിലക്കാരി ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം ആദ്യമോ മറ്റോ പറഞ്ഞിട്ട്, പിന്നീട് ഞാൻ ജക്കോബി എന്ന് പറഞ്ഞ നമുക്കൊരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, കഥകളൊക്കെ എഴുതുന്ന ജക്കോബി അല്ലേ? കഥയൊക്കെ എഴുതുന്ന ജക്കോബിയെ ഞാൻ മനോരമയുടെ ഞായറാഴ്ച ചെയ്യുമ്പോൾ ജക്കോബിയെ കൃഷ്ണയ്യരുടെ വീട്ടിലേക്ക് അയച്ചിട്ട് ഈ കഥകൾ, മീഡിയവുമായിട്ട് സംസാരിച്ച കഥകൾ അതിൽ പരമ്പരയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ മീഡിയം ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഈ പാവയിൽ അനബെൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പ്രേതം ഈ പാവയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാവ ഇങ്ങനെ തന്നെത്താനെ അനങ്ങുന്നതും ഇടയ്ക്ക് നിങ്ങളെ പേടിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെത്താനെ നടക്കുന്നതും ഒക്കെ. ഇത് അനബെൽ എന്ന് പറഞ്ഞാൽ 6 വയസ്സുള്ള കുട്ടിയുടെ പ്രേതം ഈ പാവയെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പേടിച്ചു പോയി. അപ്പോൾ അവിടെ എഡ് ആൻഡ് ലൊറൈൻ എന്ന് പറഞ്ഞിട്ട് 2 പേര്, അവർ ഈ പാരാനോർമൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ്. ഇങ്ങനെ പ്രേതബാധ തുടങ്ങിയത്, ഹോണ്ടഡ് ഹൗസ് ഒക്കെ ഇല്ലേ, പ്രേതഭവനങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കുന്ന 2 പേര്. അവർ ഈ പാവയെ ഏറ്റെടുത്തിട്ട് അവരുടെ കണക്റ്റിക്കട്ടിലെ മ്യൂസിയത്തിൽ കൊണ്ട് സ്ഥാപിച്ചു. ഈ മ്യൂസിയത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പാരാനോർമൽ അന്വേഷകൻ, നമ്മുടെ കാര്യവട്ടത്ത് ഈ സൈക്കോളജിയൊക്കെ പഠിപ്പിച്ചിരുന്ന ജോർജ് തോമസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ പ്രേതങ്ങളുടെയൊക്കെ ഇതുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ പ്രൊഫസറായിരുന്ന അദ്ദേഹം ഒരുപാട് കഥകൾ അദ്ദേഹവും എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, പാരാനോർമലിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നമ്മളോർക്കും നല്ല വലിയ അറിവുള്ള ഡോക്ടറേറ്റും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പാരാനോർമൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഡാൻ റിവേറ എന്ന് പറഞ്ഞയാൾ കഴിഞ്ഞ ദിവസം പെൻസിൽവാനിയ ഗെറ്റിസ്ബർഗ് ഹോട്ടലിലെ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഈ പാരാനോർമൽ അന്വേഷകൻ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് ഈ മ്യൂസിയത്തിൽ നിന്ന്, ഡാൻ ആൻഡ് ലൊറൈൻ്റെ മ്യൂസിയം ഉണ്ടല്ലോ കണക്റ്റിക്കട്ട്, അതിൻ്റെ അകത്തുനിന്ന് ഈ അനബെൽ പാവയെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഷോ ചെയ്തു. ഈ പാവയെ വെച്ചിട്ട്, ഈ പാവ ലോകത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 54 വയസ്സാണ് റിവേറയ്ക്ക്. ജൂലൈ 13 സോൾജിയേഴ്സ് നാഷണൽ ഓർഫണേജിൽ ഒരു അനാഥാലയത്തിലാണ് ഡെവിൾസ് ഓൺ റീറൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നടത്തിയത്. ഷോയുടെ പേര് തന്നെ പിശാചുക്കളെ പറ്റിയിട്ടുള്ള ഷോയാണ്. ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും കേട്ടിരിക്കാൻ. അങ്ങനെ ഈ പാവയും കൊണ്ടുപോയിട്ട് ഈ പാവയുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മുറിയിലേക്ക് പോയത്. അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, നല്ല സുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മുറിയിലേക്ക് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം വൈകുന്നേരം മുറിയിൽ മരിച്ചു കിടന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഡോക്ടറെ ചെല്ലുമല്ലോ, കൊറോണറും ഒക്കെ ചെല്ലുമല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൊറോണർ ഫ്രാൻസിസ് ഡ്യൂട്രോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പാവയില്ല. ഇപ്പം പാവയെ കാണാനില്ല.
പാവയെ കൊണ്ടുപോയി ഷോ ചെയ്ത ആളും മരിച്ചും പോയി. പാവ എവിടെയാണെന്നറിയാം. പാവ എവിടെയാണെന്ന് ഇപ്പം അറിയില്ല. അപ്പോൾ പോലീസും പറയുന്നുണ്ട് അങ്ങനെ പാവയൊന്നും കാണുന്നില്ല, സംശയാസ്പദമായിട്ട് അതിനെ കാണുന്നുമില്ല. അപ്പോൾ രാവിലെ സുഖമില്ലാതെ തോന്നുന്നു എന്ന് ഈ റിവേറ പറഞ്ഞിരുന്നു. മുറിയിലേക്ക് മടങ്ങുന്നു എന്ന് സഹപ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു ഈ ഷോയുടെ സമയത്തൊക്കെ. അപ്പോൾ ഇനി ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടാനായിട്ട് ജഡത്തിൻ്റെ 8 ആഴ്ച എടുക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മരിച്ചത് മരണകാരണം അറിയാം എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഇപ്പോഴും ഈ അനബൽ എന്ന് പറഞ്ഞ പാവയാണ് ഈ മരണത്തിന് ശേഷവും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത്. അപ്പോൾ മുറിയിൽ നിന്ന് ആരെങ്കിലും ഇതിനെ സുരക്ഷിതമായിട്ട് മാറ്റിയതാണോ എങ്ങോടെങ്കിലും കൊണ്ടുപോയതാണോ എന്നറിയില്ല. ഈ പാവയുമായി ഈ ഇപ്പം മരിച്ച റിവേറ പര്യടനം നടത്തിയിട്ടുണ്ട് പല സ്ഥലത്തും ഈ പാവയുടെ കഥകൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് ഈ പാവയെ കൊടുത്തു വിടും അല്ലേ? കൊടുത്തു വിടും. കാരണം ഇയാളും പാരാനോർമൽ അന്വേഷകനാണ്, ഇയാളെ അവർക്ക് അറിയാം. ഇവരൊക്കെ ഒന്നിച്ചൊരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആ മ്യൂസിയം നടത്തുന്നവരും. അപ്പോൾ ഈ ഒരുപാട് ഈ പാവയുടെ അപകടങ്ങൾ പറഞ്ഞിട്ടാണ് റിവേറ പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും കൂടി അംഗമായിട്ടുള്ള സൊസൈറ്റി ഉള്ളത്. അപ്പോൾ 1952 മുതൽ പ്രേതവേട്ടക്കാർ തുടങ്ങിയൊരു സമൂഹമാണിത്. അതിലിവരെല്ലാവരും അംഗങ്ങളാണ്. എഡ് ആൻഡ് ലൊറൈൻ വാറൻ, അതാണ് ദമ്പതിമാർ, എഡ് ലൊറൈൻ വാറൻ, ഈ പാവയെ വച്ചിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ ഉടമകൾ. സ്വകാര്യ മ്യൂസിയമാണല്ലേ? സ്വകാര്യ മ്യൂസിയം. ഈ ഇപ്പം മരിച്ചുപോയ ആള് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, അമേരിക്കൻ പട്ടാളത്തിൽ. അപ്പോൾ ധൈര്യത്തിന് കുറവൊന്നും ഉള്ള ആളല്ല. അപ്പം ധാരാളം പ്രേത ഷോകൾ ഇവരൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ട്രാവൽ ചാനലിൽ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഈ റിവേറ മരിച്ചുപോയ ആൾ ചെയ്തിട്ടുണ്ട്. പ്രേതബാധയുള്ള വീടുകളെ പറ്റി ട്രാവൽ ചാനലിൽ ഷോ ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒരുമാതിരി കൊള്ളാവുന്ന അന്വേഷകരല്ലേ പിടിക്കുള്ളൂ. നെറ്റ്ഫ്ലിക്സിൻ്റെ 28 ഡേ ഹോണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഇദ്ദേഹമാണ് നിർമ്മിച്ചത്, ഈ മരിച്ചുപോയ റിവേറ. പാവ 1968 കുപ്രസിദ്ധി നേടി എന്ന് പറഞ്ഞല്ലോ. കണക്റ്റിക്കട്ടിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ഡോണ 28 വയസ്സായിരുന്നു. ആ ഡോണയാണിത് മ്യൂസിയത്തിന് സംഭാവന ചെയ്തത്. ഇതിന് പേര് വരാൻ കാര്യം ജോണി ഗ്രൂവൽ എന്ന് പറഞ്ഞ നോവലിസ്റ്റ് എഴുതിയ പുസ്തകത്തിലെ കഥാപാത്രമാണ് അന്നബെൽ. അതുപോലെ ഇരിക്കും പാവ, ആ കഥാപാത്രത്തിൻ്റെ വിവരണം പോലെ. ആ പുസ്തകത്തിൽ റാഗഡി ആൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, ആൻ എന്നാണ്. അതാണ് അന്നബെൽ എന്ന് പറഞ്ഞ് ഇതിൽ വരുന്നത്. ചുമന്ന മുടി, ത്രികോണ മൂക്ക്, അങ്ങനെ ആണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1915 വന്ന പുസ്തകമാണെന്ന്. അപ്പോൾ ഇവരുടെ അടുത്ത് പാവ വന്നത്, ഈ പാവ ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയെ പേടിപ്പിക്കുന്നു, ഇതിനെ ഇനി വെച്ചുകൊണ്ട് നടക്കാൻ നമ്മുടെ ജൂനിയർ മാൻഡ്രേക്ക് പോലെ തല കൊടുത്തതുപോലെ. അതെ, ഇപ്പോൾ രാമസിംഹൻ എന്നുള്ള പേര് അറിയപ്പെടുന്ന അദ്ദേഹം അലി അക്ബർ സംവിധാനം ചെയ്തതാണ് മാൻഡ്രേക്ക് ജൂനിയർ. അപ്പോൾ ഡോണ എന്ന് പറഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി കൊടുത്തിട്ട് 1970കളിൽ കുപ്രസിദ്ധി നേടിയ പാവ തന്നെത്താനെ ഈ പാവ മുറിയിലും അവിടെ ഇവിടെയൊക്കെ പോവും എന്നുള്ളതാണ്. പിന്നെ ഒരു മീഡിയം പറഞ്ഞു പ്രേതബാധയുള്ളതാണ്, 6 വയസ്സ് ഉള്ള കുട്ടി ബാധിച്ചതാണ്. എന്നിട്ട് ഇത് ഒക്കൾട്ട് മ്യൂസിയത്തിൽ കൊടുക്കുകയാണ്. ചില ആളുകളിൽ ഈ പാവ മുറിവുണ്ടാക്കി അവർക്ക് ചോര വാർന്നു എന്ന് കഥകളുണ്ട്. ഒരു പ്രീസ്റ്റ്, ക്രിസ്ത്യൻ പുരോഹിതൻ ഈ പാവയെ പുച്ഛിച്ചു, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ചുമ്മാതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് പോകുമ്പോൾ ഈ പുരോഹിതൻ്റെ കാറ് മരത്തിലിടിച്ചു. ഇത് പണ്ടത്തെ നോട്ടീസ്, ഈ നോട്ടീസ് 100 പേർക്ക് കൈമാറുക, ഒരാളത് കീറിക്കളഞ്ഞു. ആ എന്തോ കഥയൊക്കെ പോകുന്ന വഴിക്ക് അവൻ്റെ തലയിൽ കാക്ക കാഷ്ടിച്ചു, വേറൊരുത്ത സൈക്കിൾ ഇടിച്ചു. അതെ, എന്നാൽ 100 കോപ്പി എടുത്ത് അയച്ചു കൊടുത്തവര് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ ചില സംഭവം നമ്മുടെ നാട്ടിൽ പണ്ട് നോട്ടീസ് അടിച്ചു, ധാരാളം നോട്ടീസ് വരുമായിരുന്നു. ഇത് 100 പേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തല ചിഹ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഡിക്റ്റേറ്റീവിനെ കുത്തി ഈ പാവ.
ഡിറ്റക്റ്റീവിനെ കുത്തി. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് പാവയെ പറ്റി. ഈ കഥകളൊക്കെ ജെറാൾഡ് ബ്രിട്ടിൽ എഴുതിയ ദ ഡെമണോളജിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ പാവയുടെ കഥകൾ ധാരാളം പറയുന്നുണ്ട്. പിന്നെ കോഞ്ചുറിങ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സിനിമയാണ്. കോഞ്ചുറിങ് എന്ന് പറഞ്ഞ സിനിമ ഒരു സിനിമയല്ല, ഒരു സിനിമ പരമ്പര തന്നെയാണ് കോഞ്ചുറിങ്. ഈ കോഞ്ചുറിങ് സിനിമ പരമ്പര ഈ അനബൽ പാവയുടെ അതെ, അതാണ് അനബൽ ആണ് ഫസ്റ്റ് വന്നത്. ആ സിനിമാ പരമ്പര സുനിൽ ആദ്യം പറഞ്ഞ സിനിമാ കഥ അത് ഈ പാവയുടെ ജോൺ ലിയോനെറ്റി കഥകൾ വെച്ചിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. സിനിമാ പരമ്പര ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ പരിസ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, ശരിക്കും പ്രേതമുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവസ്ഥർ പറയുന്നത് സ്വന്തം അനുഭവം വല്ലതും ഉണ്ടോ? അത് പറ. സ്വന്തം അനുഭവം എനിക്കില്ല, സ്വന്തം അനുഭവമില്ല. പക്ഷെ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു രണ്ടുപേരെ ഓർമ്മ വന്നു. രണ്ട് പാട്ടുകാര്, KS ചിത്ര, ശരത്. ഇവര് അമേരിക്കയിൽ പോയപ്പോൾ ചിത്ര ഒരിക്കൽ പറയുന്നത് ഞാൻ വീഡിയോ കണ്ടു. ഒരു മുറിയിലിരിക്കുമ്പോൾ ചില രൂപങ്ങളുമൊക്കെ ഈ മുറിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ മുറിയിൽ ആരോ തൂങ്ങി വിരിച്ചിട്ടുണ്ട്, ഈ ഹോട്ടൽ മുറിയിൽ. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ്. അപ്പോൾ ഈ മുറി ഇങ്ങനെ ഹോണ്ടഡ് ആണ്, ഇവിടെ പലരും വരാറുണ്ട് എന്നൊക്കെ. അത് ഓർക്കുമ്പോഴൊക്കെ പേടിയാണ് എന്ന് പറയുന്നുണ്ട്. ശരത്തിനും ഇങ്ങനെ ഒരു അനുഭവം അമേരിക്കയിലോ മറ്റോ വെച്ചുണ്ടായതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. M കൃഷ്ണൻ നായർ പണ്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വടക്കം പറവൂരായിരുന്നല്ലോ കുറെ കാലം. ഒരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട്, അതായത് തലയില്ലാത്ത ഒരു ഉടൽ മാത്രമുള്ള ഒരാൾ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യ വാരവലത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ കണ്ടതായിട്ട്, അതല്ലേ നീല വെളിച്ചം കഥ ഭാർഗവീനിലയമായിട്ടൊക്കെ വന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കഥകൾ. അതല്ലാതെ ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ VS രാമേന്ദ്രനെ പോലെ ഉള്ള ആളുകൾ നമ്മുടെ ബ്രെയിനിനെ പറ്റിയൊക്കെ പറയുന്ന കഥകൾ, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു കുഴപ്പം, അല്ലേ, എന്തോ ഒരു സംഗതി കിടക്കുന്നു എന്ന് നമുക്ക് തോന്നും. പണ്ട് ഞാൻ മുമ്പൊരിക്കൽ പഴയ എറണാകുളത്തെക്കുറിച്ച് ഉള്ള എന്തോ ഒരു പുസ്തകം വായിച്ചപ്പോൾ പുസ്തകത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്ത് ചിൽഡ്രൻസ് പാർക്ക് കഴിഞ്ഞിട്ട് ഒരു ആനി ബെസൻറ്റ് പാർക്കുണ്ട്, ട്രാഫിക് പാർക്ക്. അതായത് സുഭാഷ് പാർക്ക് കഴിഞ്ഞ് വലതുവശത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുമ്പ് അവിടെ പണ്ടൊരു യക്ഷി ഉണ്ടായിരുന്നു അത്ര സ്ഥിരമായിട്ട്. പഴയ എറണാകുളം എന്ന് പറഞ്ഞാൽ വൈറ്റിലൊക്കെ പാടമായിരുന്നു, അല്ലേ? ഇത് വൈറ്റില പാടമായിരുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ജംഗ്ഷനായിട്ടുള്ള വൈറ്റില പാടം ഇവിടെയൊക്കെ വിജനമായ സ്ഥലമായിരുന്നു. നമുക്കൊരു ദിവസം ഇങ്ങനെ വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാം. ഇത്ര പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഓർമ്മ വന്നു ഡോക്ടർ ബാബു പോളിൻ്റെ ആത്മകഥ കഥ. ഇതുവരെ ബാബു പോൾ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ആയിരുന്നല്ലോ. ബാബു പോൾ കണ്ടിട്ടുണ്ട് മുമ്പ് പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിരുന്ന IAS ഉദ്യോഗസ്ഥൻ WKP മാരാരുടെ പ്രേതത്തിനെ. ബാബു പോൾ മാത്രമല്ല കണ്ടിരിക്കുന്നത്, അവിടെ പോർട്ട് ട്രസ്റ്റിൽ ജോലി ചെയ്യുന്ന പല ആളുകളും കണ്ടിട്ടുണ്ട്. ഈ WKP മാരാർ ആസാമിലെ സെൻസസ് കമ്മീഷണറൊക്കെ ആയിരുന്നു, തൃശ്ശൂർക്കാരനാണ്. ഈ മാരാരുടെ ഒരു മകൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ബാബുപോളിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഞാൻ ഈ മാരാരെ പറ്റി കുറേ അന്വേഷിച്ചിട്ട് ചിത്രമൊക്കെ വെച്ചിട്ട് എൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഈ മാരാരെ പറ്റി. അപ്പം മാരാര് ചില ഈ പൂർണ്ണചന്ദ്രനൊക്കെയുള്ള ദിവസം ഒരു കുതിരപ്പുറത്ത്, നല്ല കറുത്ത നിറമുള്ള കുതിരപ്പുറത്ത് നമ്മുടെ ഈ കായലില്ലേ അതിൽ നിന്ന്, അറബിക്കടലിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരും. ഇങ്ങനെ ഒരുപാട് പേര്, എന്നിട്ട് അത് കൂടി ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീലയെ അടുത്ത കൊല്ലം പോർട്ട് ട്രസ്റ്റ് ദിനത്തിന് ഈ സംഭവങ്ങൾ കൊണ്ടിട്ട് ബാബുപോൾ വിളിച്ചുകൊണ്ട് വന്നു. ബാബുപോളിന് ഒരു ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കഥകൾ അറിയണം എന്നുള്ളത്. അന്വേഷിച്ചപ്പോൾ ശരിയാ, ഭാര്യ പറഞ്ഞു ഇദ്ദേഹത്തിന് കുതിര സവാരി വലിയ ഇഷ്ടമായിരുന്നു, കറുത്തൊരു കുതിര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇങ്ങനെ WKP മാരാരെ പറ്റി. അപ്പം ഈ മാരാരുടെ പ്രേതം മാത്രമല്ല, കുതിരയുടെ പ്രേതം ഉണ്ടായി. പണ്ടൊരാൾ പറഞ്ഞു കേട്ടു, ഈ പുന്നപ്ര വയലാറിൽ കൂടെ പോയപ്പോൾ നമ്മുടെ കുന്തക്കാരൻ പത്രോസ് കുന്തവുമായിട്ട് ചാടി വന്നത്.
പത്രോസ് വന്ന് മനസ്സിലായി, പത്രോസിന് കുന്തത്തിന് ആത്മാവുണ്ടോ? അതെ അതെ, അത് പക്ഷെ പുള്ളിയുടെ ഒരു വാഹനമാണല്ലോ കുന്തം. ഇപ്പൊ വേറെ ഈ മയിലിന്റെ പുറത്ത് സഞ്ചരിച്ചിരുന്ന ഒരാളെ കാണുകയാണെങ്കിൽ മയിൽ വേണ്ട, മയിലിന് ജീവനുണ്ടാകുന്നത് കുന്തം, അടയ്ക്കാമരം മുറിച്ച് കീറി ഉണ്ടാക്കുന്ന വാരി കൊണ്ടാണ് ഈ കുന്തം. ഞാൻ ഈ ബ്ലോഗ് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരാളെ ഈ കമൻറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഈ പുള്ളി പിന്നീട് പുള്ളിയുടെ ഒരു ബന്ധു പോർട്രസ്റ്റ് ചെയർമാൻ ആയിരുന്നപ്പോൾ ഇവരുടെ ഗസ്റ്റ് റൂമിൽ പോയി താമസിച്ചിരുന്നു. അന്ന് രാത്രി ഈ പ്രേതം വന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി കമൻറ്റിലും എഴുതിയിരുന്നു. അതെ, നമ്മൾ തമാശ പറഞ്ഞ് ചിരിച്ചു, പക്ഷേ അങ്ങനെയൊന്നുമല്ല. ദൈവം ഉണ്ടെങ്കിൽ പ്രേതവും ഉണ്ട് എന്നാണ് പ്രബലമായ വിശ്വാസം. ജാഗ്രത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.